ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെം ഹിസ്റ്ററിയുടെ മെയിൻ പേപ്പറാണ് കേരള ഹിസ്റ്ററി പാർട്ട് 1 മൂന്നാമത്തെ ബ്ലോക്കിൽ മൂന്നാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അതുപോലെ അസൈൻമെൻറ്റ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ മുൻ വീഡിയോസിലൊക്കെ കൊടുത്തിരുന്നു, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ അതിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. നോട്ട്സ് മലയാളത്തിലാണ്, അസൈൻമെൻറ്റ്സ് ഇംഗ്ലീഷിലുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് തമിഴ് പൊളിറ്റി എന്നാണ്, അതായത് തമിഴ് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പം തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനം എന്താണ്, സംഘസാഹിത്യത്തിലെ ഭരണ സംവിധാനത്തിൽ ആരൊക്കെയാണ് മുഖ്യന്മാർ, അവരുടെ ഭരണരീതികൾ, അവരുടെ കാലത്തെ സമൃദ്ധിക്കുണ്ടായ കാരണങ്ങൾ, ഇതൊക്കെയാണ് അതിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ഘടകങ്ങൾ. അപ്പോൾ ഇതിലാദ്യം വരുന്നത് സംഘയുഗത്തിലെ മൂവേന്തർ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. മൂവേന്തന്മാരുടെ രാഷ്ട്രീയം. ഈ മൂവേന്തന്മാരെന്ന് പറയുന്നത് 3 മുഖ്യ രാജവംശങ്ങളാണ്. അതായത് 3 മുഖ്യ രാജവംശങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്ത്, മൂവേന്തർ എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയായിരിക്കും അത്? ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ എന്നിവരെയാണ് ഈ മൂവേന്തർ 3 വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അവർ ത്രിമൂർത്തികളെ പോലെ സാമാന്യ രൂപത്തിൽ, അതായത് ഏകദേശം ഒരേ രൂപത്തിൽ ഭരണം നടത്തിയ, അതായത് ഒരേ രൂപത്തിലുള്ള ഭരണകൂടം നിലനിന്നിരുന്ന രാജവംശങ്ങളായിരുന്നു ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങളുടെ. ഇവരുടെ ഭരണഘടന ജാതി മൂല്യമായതിനാൽ, അതായത് ജാതി മൂലകം എന്ന് പറഞ്ഞാൽ ജാതി അടിസ്ഥാനമാക്കിയുള്ളതായതുകൊണ്ടാൽ രാജവംശങ്ങൾക്കിടയിൽ അധികാരത്തിൻ്റെ പുനർവിതരണം സംഭവിച്ചു. അങ്ങനെ രാജാക്കന്മാർ സ്വതന്ത്രന്മാരാവുകയും അതുപോലെ തന്ത്രശാസ്ത്രം, ധർമ്മം എന്നിവയ്ക്ക് വിധേയരായിട്ടുള്ള ഒരു ഭരണകൂടം അവർക്ക് പിന്നിൽ ഭരണം നടത്തുകയും ചെയ്തു. ഭൂരിഭാഗം സമയത്തും രാജാക്കന്മാർ പരസ്പരം യുദ്ധം ചെയ്തു. ഈ യുദ്ധങ്ങൾ അധികം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? അധികാരം വിസ്തൃതമാക്കാനും അതിർത്തികൾ ഉറപ്പുവരുത്താനും വേണ്ടി ചെയ്യുന്ന യുദ്ധങ്ങളാണ്. അങ്ങനെ എപ്പോഴും സദാസമയവും യുദ്ധത്തിൽ ഏർപ്പെട്ട രാജാവ്. അപ്പോൾ അവർക്ക് ഭരണകാര്യങ്ങളിൽ നോക്കാൻ സമയമില്ല. അപ്പോൾ തന്ത്രശാസ്ത്രവും ധർമ്മവും അനുസരിച്ചുള്ള ഒരു ഭരണം അവിടെ നിലനിന്നു. അപ്പോൾ ഈ മൂവേന്തര് കടൽ വഴിയുള്ള വ്യാപാര ബന്ധത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അതിൽ വളരെയധികം സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. റോമ രാജവംശമായിട്ട് അറബിക് രാജ്യങ്ങളുമായിട്ടൊക്കെ ഇവർ വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു. അപ്പോൾ അവരുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ രാജാവിന് മുന്നിൽ മന്ത്രിസഭയും അതുപോലെ വിചാരണ അധികാരമുള്ള സഭകളും ഉണ്ടായിരുന്നു. ഭരണത്തിൽ സഹായിക്കാൻ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം, അതാണ് മുന്നിൽ എന്ന് പറയുന്നത്. അത് കാരണം മന്ത്രിസഭ ഉണ്ടായിരുന്നു, അതുപോലെ വിചാരണ അധികാരം, അതായത് തെറ്റുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഭകളും ഉണ്ടായിരുന്നു. രാജാവിൻ്റെ അധികാരത്തിനൊപ്പം അതായത് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനൊപ്പം എന്തിരുന്നു, ഭൂനികുതി ഈടാക്കിയിരുന്നു. അതുപോലെ കർഷകർ, വ്യാപാരികൾ എന്നിവരുടെ പങ്കും രാജ്യത്തിന് ലഭിച്ചിരുന്നു. രാജാക്കന്മാർ തമിഴ് സാഹിത്യത്തെയും സംഘകവികളെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. തന്മൂലം അവരുടെ ഭരണത്തെ അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് ഇടവരുത്തുകയും ചെയ്തു. രാമായണം, മഹാഭാരതം തുടങ്ങിയ ആഖ്യാനങ്ങൾ ഭരണഘടനയിലേക്കും അതുപോലെ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടും അവർ സ്വീകരിച്ചിരുന്നു. റോമൻ സാമ്രാജ്യവുമുള്ള വ്യാപാര ബന്ധങ്ങളിലൂടെ സാമ്പത്തികമായിട്ട് ഇവർ ശക്തരായി. അങ്ങനെ രാഷ്ട്രീയമായി ഇവർ യുദ്ധങ്ങൾ വഴിയും സാമ്രാജ്യ വികസനം വഴിയും മുൻനിരയിലെത്തുകയും വ്യാപാര ബന്ധങ്ങളിലൂടെ, വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളിലൂടെ അവർ സാമ്പത്തികമായി വൻ ശക്തിയായി മാറുകയും ചെയ്തു. ഇതാണ് മൂവേന്തർ ഭരണത്തെക്കുറിച്ച് കേട്ടോ. ഇനി നമുക്ക് സംഘകാല സമൂഹത്തെക്കുറിച്ചാണ്. സംഘകാലഘട്ടത്തിലെ സമൂഹത്തെക്കുറിച്ച് ദ്രാവിഡൻ സംസ്കാരമായ, അല്ലെങ്കിൽ ദ്രാവിഡിയൻ സംസ്കാരത്തിൻ്റെ പ്രാചീന രൂപമായ തമിഴ് സമൂഹത്തിൻ്റെ നിരവധി പാരമ്പര്യങ്ങളെയും ജീവിത രീതികളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണേത്, ഈ സംഘകാലഘട്ടം എന്ന് പറയുന്നത്. സമൂഹം അകം പുറം എന്നിങ്ങനെ 2 ലിംഗവും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. കർഷകർ, കാലിമേയ്ക്കുന്നവർ, അതുപോലെ വെണ്ണയർ, പട്ടിണർ തുടങ്ങിയവരായിരുന്നു വിവിധ ജോലി ചെയ്തിരുന്ന വിഭാഗങ്ങൾ. അങ്ങനെയുള്ളൊരു വിഭാഗങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഹിന്ദുമതത്തിൽ കാണുന്ന വർണ്ണ സമ്പ്രദായം അന്നുണ്ടായിരുന്നില്ല. ചതുർവർണ്ണം എന്ന് പറയുന്ന 4 വർണ്ണങ്ങളുള്ളൊരു വ്യവസ്ഥ ആ കാലഘട്ടത്തിൽ അത്ര ശക്തമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സമൂഹം വിഭജിക്കപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ വിവിധ ജോലി ചെയ്യുന്ന ആളുകളെ വിവിധ വിഭാഗങ്ങളാക്കിയിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതിനെ ഒരു ജാതി വ്യവസ്ഥ, കർശനമായൊരു ജാതി വ്യവസ്ഥയായിട്ട് കണക്കാക്കിയിരുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതിൽ തന്നെ ഉയർന്ന വർഗമായിട്ട് കണക്കാക്കിയിരുന്നത് വെള്ളാളരാണ്, ഒരു കർഷക വിഭാഗത്തിൽപ്പെട്ടവരാണ്. പിന്നെ വാണികർ എന്ന് പറയും. വാണിഭം എന്ന് പറഞ്ഞാൽ കച്ചവടം എന്നാണ്. വാണികർ എന്ന് പറഞ്ഞാൽ വ്യാപാരികൾ. അപ്പോൾ അവരെയാണ് ഉന്നത വിഭാഗങ്ങൾ. താഴ്ന്ന ജാതികളായിട്ട് അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗങ്ങളായിട്ട് കണക്കാക്കിയിരുന്നത് പറയർ, പുലയർ തുടങ്ങിയ വിഭാഗങ്ങളെയാണ്. സ്ത്രീകൾക്ക് സാമൂഹികമായിട്ട് സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസവും ലഭ്യമായിരുന്നു. അതുപോലെ തന്നെ പാട്ടുകാരികളായ സ്ത്രീകൾ,
സാഹിത്യത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ, സംഘസാഹിത്യം എന്നുള്ള പേര് തന്നെ അല്ലേ. അപ്പോൾ അവരെന്താണ്, പാട്ട് പാടുന്ന സ്ത്രീകളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ വിവാഹ ജീവിതത്തിൽ അവർക്ക് കർശനമായ നിയന്ത്രണങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. അവിടെ പുരുഷൻ തന്നെയായിരുന്നു എന്ത് പ്രധാനി. പ്രകൃതി ദേവതകളായ നെയ്യോന്, മായോന്, കൊറ്റവേ മുതലായവയെ അവർ ആരാധിച്ചിരുന്നു. ആനിമിസം, ടോട്ടിമിസം, അതുപോലെ നാഗാരാധന, സർപ്പത്തെ ആരാധിക്കുന്ന രീതി, പിന്നെ കാവുകൾ, പൊയ്ത്താരങ്ങളില്ലേ, അതൊക്കെ ആ കാലഘട്ടത്തിൽ ആരാധന അല്ലെങ്കിൽ വിശ്വാസ രീതികളിൽ ഉൾപ്പെട്ടിരുന്നു. പ്രധാന ഉപജീവന മാർഗം അവരുടേത് കൃഷി തന്നെയായിരുന്നു. കപ്പ, നെല്ല്, തിണ, കുരുമുളക് എന്നിവ അവർ കൃഷി ചെയ്തു. ആഭ്യന്തരവും വിദേശവുമായ വ്യാപാര ബന്ധവും അവർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, റോം, അറബ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് അവർ വാണിജ്യബന്ധം നിലനിർത്തിയിരുന്നത്. തുണി നെയ്യൽ, ലോഹപ്രവർത്തനം, ഉൽപ്പാദനം തുടങ്ങിയവയിൽ അവർ പുരോഗതി ആ കാലഘട്ടത്തിൽ നേടിയിരുന്നു. ഏറ്റവും പ്രശസ്തമായ തമിഴ് സാഹിത്യ കാലഘട്ടം സംഘകാലം തന്നെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ പട്ടുതൊകൈ, പത്തുപാട്ട്, അകം പുറം പാട്ടുകൾ എന്നിങ്ങനെ നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെയുള്ള കൃതികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തെക്കുറിച്ച്, ഈ സംഘകാലഘട്ടത്തെക്കുറിച്ചും അന്നത്തെ ഭരണ സംവിധാനത്തെ, അതായത് അന്നത്തെ സമൂഹത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണ ലഭിക്കുന്നതിനവ സഹായകമായിട്ടുണ്ട്. സംഗീതം, നൃത്തം, ചിത്രകല തുടങ്ങിയ കലാരൂപങ്ങൾക്കും ആ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഗ്രാമസഭകളും നാട്ടുമക്കളും ഒക്കെ, നാട്ടുമക്കൾ എന്ന് പറയുന്ന പ്രത്യേക ന്യായ സംവിധാനമുണ്ട്. ന്യായ സംവിധാനം കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ട് നിലനിന്നു. കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷ മുൻകൂട്ടി നിശ്ചയിക്കുകയും അതനുസരിച്ച് തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ്, സ്തുത്യർഹമായ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുള്ള, സ്തുത്യർഹമായതെന്ന് പറഞ്ഞാൽ എന്താണ്, അറിയിക്കുന്ന തരത്തിലുള്ള പിന്നെ സംഭാവനകൾ, പുരസ്കാരങ്ങളും ഒക്കെ അതിനർഹരായിട്ടുള്ള ആളുകൾക്ക് നൽകുകയും ചെയ്തു. അതായത് ശിക്ഷ നൽകൽ മാത്രമല്ല, നല്ല പ്രവൃത്തികൾ ചെയ്താൽ അതിനർഹമായ രീതിയിലുള്ള പുരസ്കാരങ്ങളും സംഭാവനകളൊക്കെ അതും ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നൽകിയിരുന്നു. ഇത്രയാണ് നമുക്ക് സമൂഹത്തെ എസ്സേയായിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് വീരാരാധനയെക്കുറിച്ചാണ്. 2 മാർക്കിനാണ് അത് കാര്യമായിട്ട് ചോദിക്കൽ. 5 മാർക്കിന് ചോദിച്ചാലും എഴുതത്തക്ക രീതിയിലൊന്ന് പറയാം കേട്ടോ. എന്താണ് വീരാരാധന? വീരാരാധന സംഘകാല സാമൂഹിക സംസ്കാര ജീവിതത്തിലെ ഒരു പ്രധാന ഘടകം. എന്താണ് ഈ വീരാരാധന? യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരെ ആരാധിക്കുന്ന ഒരു രീതിയാണ്. യുദ്ധസമയത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരിച്ച ആളുകൾ ഉണ്ടാവില്ലേ, അവരെ ആരാധിക്കുന്ന ഒരു രീതിക്കാണ് എന്താ പറയുക, വീരന്മാർ, അവരെ ആരാധിക്കുന്ന രീതിയാണ് വീരാരാധന. ഇവർ സമുദായത്തിൻ്റെ രക്ഷകന്മാരായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതായത് സാമ്രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ യുദ്ധത്തിന് പോയത് അല്ലേ. അങ്ങനെ വീരമൃത്യുവിന് ശേഷം അവർക്ക് വേണ്ടി വീരക്കല്ലുകളും സ്ഥാപിക്കപ്പെട്ടു. ഈ കല്ലുകളിൽ വീരൻ്റെ പേര് കുറിച്ചിട്ടുണ്ടാവും. അതാണ് വീരക്കല്ല്. കല്ല് എന്നിട്ടതിൽ എന്താണ് ശവസംസ്കാരം നടത്തുന്ന സമയത്ത് അവിടെ കുത്തിവെക്കുന്ന ഒരു രീതി, അതാണ് വീരക്കല്ലുകൾ കേട്ടോ. പിന്നെ പാട്ടുകാരന്മാരാണെങ്കിൽ അല്ലെങ്കിൽ പാട്ടുപാടുന്നവരാണെങ്കിൽ വീരൻ്റെ കഥ പാടുകയും ചടങ്ങുകൾ നടത്തുകയും അതും ചെയ്തിരുന്നു. അങ്ങനെ സമൂഹം വീരനെ അനുസ്മരിക്കുകയും ആത്മീയമായൊരു ആരാധന നടത്തുകയും ചെയ്ത് പോകുന്നത്. അതാണ് വീരാരാധന. ഇത് പിന്നീട് ദേവാരാധനാ രൂപത്തിലേക്കും വികസിക്കുകയും ഹിന്ദുമതത്തിലെ ദേവന്മാരുടെ അല്ലെങ്കിൽ ഭഗവാന്മാരുടെ രൂപങ്ങൾ പ്രാപിക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു കേട്ടോ. അപ്പോൾ അത്രയും 5 മാർക്കിനാണ് അത്രയും മതി. അല്ലെങ്കിൽ എന്താണ് സംഭവം, വീരക്കല്ലുകൾ വരെയുള്ള സംഭവങ്ങൾ 2 മാർക്കിനാണെങ്കിൽ അത്രയും കേട്ടോ. ഇനി ചേരഭരണാധികാരികളുടെ നേട്ടങ്ങളാണ്. അതും എസ്സേ ആയിട്ടും കൂടി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ നമുക്ക് അതിന് മാത്രമൊന്നും അത് നമ്മുടെ പുസ്തകത്തിൽ പഠിക്കാനുള്ള. പക്ഷേ നിങ്ങൾ 8 മാർക്കിന് അല്ല എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിലും അപ്പോൾ എന്ത് എഴുതണം, ഇതങ്ങോട്ട് എഴുതിയിട്ട് പിന്നെ മൂവേന്തരെക്കുറിച്ചും അന്നത്തെ സമുദായത്തെക്കുറിച്ചൊക്കെ അങ്ങോട്ട് ചേർത്ത് എഴുതി വെച്ചാൽ നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ നോക്കുക, ചേരഭരണാധികാരികളുടെ നേട്ടങ്ങൾ, വ്യാപാര നേട്ടങ്ങളാണ് ഒന്നാമത്തത്. ചേരന്മാർ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു വിഭാഗമായിരുന്നു. പറഞ്ഞല്ലോ, അറബികൾ, റോമക്കാർ, ഗ്രീസ്, അതുപോലെ ഈജിപ്ത് തുടങ്ങിയ വിദേശ രാജ്യങ്ങളുമായിട്ട് അവർ വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു. മുത്തുകൾ, കുരുമുളക്, സുഗന്ധ വസ്തുക്കൾ തുടങ്ങിയവയാണ് ചേരക്കാർ എന്ത് ചെയ്തിരുന്നത്, കയറ്റുമതി ചെയ്തിരുന്നത്. അതായത് ചേര രാജ്യത്തു നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപാര ആവശ്യാർത്ഥം പോയിരുന്നത് ഇത്തരം വസ്തുക്കളാണ്. ഇനി കൃഷിയുടെ സമൃദ്ധിയാണ്. ചേരന്മാരുടെ ഭൂമി സമൃദ്ധമായ കൃഷിഭൂമിയായിരുന്നു. നദീതീരങ്ങളിലെ നെൽകൃഷിയും തിണ കൃഷിയും അവർ വിപുലമായിട്ട് നടത്തി. കൃഷിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമവികസനവും ഉണ്ടായി. കായലുകളും കുളങ്ങളുമൊക്കെ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഇനി സാഹിത്യ സാംസ്കാരിക നേട്ടങ്ങളാണ്. തമിഴ് സാഹിത്യത്തിന് വലിയ പിന്തുണ നൽകിയ ചേരന്മാർ ആയിട്ടറിയപ്പെടുന്നവർ ഇമയവരമ്പൻ
രാജാവ്, അതുപോലെ ചേരൻ ഇരുമ്പുറൈ എന്ന് പറയുന്ന ചേര രാജാവ്, പിന്നെ ചേരൻ ചെങ്കുട്ടുവൻ എന്ന ചേര രാജാവ്. കേട്ടോ, എല്ലാ പേരുകളൊന്നും കുറേ രാജാക്കന്മാരുണ്ട്, ചേരന്മാർ, ഇതേപോലെയൊക്കെയുള്ള പേരുകളാണ്, നമുക്കൊന്നും അങ്ങനെ പഠിക്കാം. പക്ഷേ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. എന്താണത്? ചേരന്മാരിൽ സാഹിത്യ സംസ്കാരത്തിന് പ്രാധാന്യം നൽകിയ അല്ലെങ്കിൽ നല്ല നല്ല അനേകം പ്രോത്സാഹനങ്ങൾ നൽകിയ ചേര ഭരണാധികാരികൾ ആരൊക്കെയാണ്? ഇമയവരമ്പൻ ചേര രാജാവ്, ചേരൻ ഇരുമ്പുറൈ, ചേരൻ ചെങ്കുട്ടുവൻ. കേട്ടോ, ഇനി 10 പാട്ടുകളിലും അകമ്പുറം പാട്ടുകളിലും ഈ ചേരന്മാരെ പറ്റിയുള്ള ധാരാളം പരാമർശങ്ങൾ അടങ്ങിയിട്ടുമുണ്ട്. ഇനി വീരത്വവും സമൃദ്ധിയുമാണ്, അതായത് യുദ്ധം കൊണ്ട് അവർക്കുണ്ടായ നേട്ടങ്ങൾ. ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും ഒക്കെ എന്താണ്? തുല്യ അധികാരത്തോടെ മത്സരിച്ച് ഭരിച്ച ആളുകളാണ്. വിവിധ യുദ്ധങ്ങളിൽ അവരുടെ വിജയങ്ങളും ത്യാഗങ്ങളുമാണ് നാട്ടുക്കൽ ശിലാലേഖനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളത്, അതായത് അതിൽ വിശദീകരിച്ചിട്ടുള്ളത്, നാട്ടുക്കല്ലിലെ ശിലാലേഖനങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അവരുടെ സൂക്ഷ്മ ഭരണത്തെക്കുറിച്ചാണ്. ഗ്രാമാധിഷ്ഠിത ഭരണഘടനയാണ് ഉണ്ടായിരുന്നത്, നികുതി സംവിധാനം ഉണ്ടായിരുന്നു, വ്യവസായത്തെ അവർ വളരെയധികം സംരക്ഷിച്ചിരുന്നു. അതിലൊക്കെ കാര്യക്ഷമത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഏത്? ചേര ഭരണാധികാരികളുടെ കാലഘട്ടം. ഭൂരിഭാഗം ഭരണാധികാരികളെയും ജനകീയന്മാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ജനങ്ങളോട് അത്രയും അടുത്തിടപഴകുന്ന ഭരണാധികാരികളായിട്ടാണ് ഭൂരിഭാഗം ആളുകളെയും കണക്കാക്കിയിരുന്നത്. ചേരന്മാർ സംഘകാലത്തെ രാഷ്ട്രീയ, സാംസ്കാരിക, വാണിജ്യ രംഗങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ ഒരു മഹത്തായ ദ്രാവിഡ രാജവംശമായിട്ടാണ് കണക്കാക്കുന്നത്. അവർക്കുണ്ടായിരുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അതുപോലെ അവരുടെ സാഹിത്യ സഹായങ്ങൾ, അവരുടെ കീർത്തി കാര്യങ്ങൾ എന്നിവയൊക്കെ ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ അവരെ അഭിമാനപൂർവ്വം ഇന്നും നിലനിർത്തുന്ന അല്ലെങ്കിൽ ഇന്നും ഓർക്കുന്ന ഒരു വിഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത്രയാണ് അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയേണ്ടത്. കേട്ടോ, അപ്പോൾ 2 എസ്സേക്ക് സാധ്യതയുണ്ട്. ഒന്ന് ചേരന്മാരുടെ നേട്ടവും പിന്നെ മറ്റൊന്ന് നമ്മളാദ്യം പറഞ്ഞ ക്വസ്റ്റ്യനും കേട്ടോ. അപ്പോൾ 2 എസ്സേയായിട്ട് ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എഴുതാൻ പ്രാപ്തരായിരിക്കണം. ഓക്കെ, താങ്ക്സ്.